PK കൃഷ്ണദാസ് ദേശീയ നിർവാഹക സമിതി അംഗം നമുക്കിപ്പം ചേരുന്നു. നേരത്തെ യുവം സംഘടിപ്പിച്ചിരുന്നു, യുവാക്കൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട്. ഇതിൽ പ്രധാനമായും എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത്? പ്രത്യേകിച്ചും തൃശ്ശൂർ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലോക്സഭാ മണ്ഡലമാണല്ലോ ഇപ്പോൾ. തീർച്ചയായും ഇപ്പം കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ണ് BJPക്കും NDAക്കും നരേന്ദ്രമോദിക്കും അനുകൂലമായി പാകപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ തൃശ്ശൂരിൽ നടക്കുന്ന റോഡ് ഷോ, അതേപോലെ അതിനെ തുടർന്നുള്ള മഹിളാ റാലിയും എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് മാറുന്ന BJPക്ക് അനുകൂലമായി, NDAക്ക് അനുകൂലമായി, നരേന്ദ്രമോദിക്ക് അനുകൂലമായി മാറുന്ന കേരള രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രമായിട്ട് തൃശ്ശൂർ മാറുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോട് അനുബന്ധിച്ചുള്ള ഈ മഹിളാ റാലിയുടെയും അതിന് മുൻപ് നടക്കുന്ന റോഡ് ഷോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മുൻപൊക്കെ തിരുവനന്തപുരമായിരുന്നു BJPയുടെ കേരളത്തിലെ ഒരു ഹൈലൈറ്റ് മണ്ഡലം. അതിപ്പോൾ സ്വിച്ച് ചെയ്ത് തൃശ്ശൂരിലേക്ക് മാറിയിട്ടുണ്ടോ? അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥിത്വമൊക്കെ BJP ലക്ഷ്യം വയ്ക്കുന്നുണ്ടോ അണിയറയിൽ? അല്ല, ഈ തൃശ്ശൂരിൽ പരിപാടി നടക്കുന്നത് കൊണ്ട് തിരുവനന്തപുരത്തിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം, അല്ലെങ്കിൽ BJPക്ക് ഏറ്റവും വേരോട്ടമുള്ള തിരുവനന്തപുരത്തിൻ്റെ പ്രാധാന്യമൊന്നും കുറയുന്നില്ല. തിരുവനന്തപുരത്തോടൊപ്പം തൃശ്ശൂരും എന്നുള്ളതാണ് ഈ പരിപാടിയിലൂടെ നൽകുന്ന സന്ദേശം. ഒരു ലോക്സഭാ മണ്ഡലം മാത്രമല്ല, തൃശ്ശൂർ ഉൾപ്പെടെ നിരവധി ലോക്സഭാ മണ്ഡലങ്ങൾ BJPക്ക് അനുകൂലമായി മാറുന്നു. BJPയുടെ വിജയസാധ്യത ഉള്ള മണ്ഡലങ്ങൾ ധാരാളമുണ്ട് എന്നുള്ള സന്ദേശമാണ് ഈ തൃശ്ശൂരിലെ പരിപാടിയോടുകൂടി നൽകുന്നത്. ഈ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം അത് സംബന്ധിച്ചുള്ള ഏതെങ്കിലുമുള്ള സൂചനകൾ പ്രധാനമന്ത്രി നൽകുമോ? അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ അതൊക്കെയാണല്ലോ ഇപ്പോൾ പ്രധാനമായും അല്ല, ഇവിടെ തെരഞ്ഞെടുപ്പിൽ അത് നിയമസഭാ ലോകസഭാ തെരഞ്ഞെടുപ്പുകളാണെങ്കിൽ അതിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ചില വ്യവസ്ഥകളുണ്ട്. ചുവരെഴുത്തൊക്കെ തുടങ്ങിക്കഴിഞ്ഞു പല സ്ഥലങ്ങളിലൊക്കെ. അല്ലെ, അതെന്താണെന്നറിയോ? അത് ചുവരെഴുത്തിൻ്റെ അല്ല, ഞങ്ങൾക്ക് ചില ഒരു സംഘടനാപരമായിട്ട് ചില സംവിധാനങ്ങളുണ്ട്, ചിട്ടകളുണ്ട്, നടപടിക്രമങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ നമ്മുടെ ഏറ്റവും ഒടുവിൽ പാർലമെൻ്ററി ബോർഡ് നമ്മുടെ ഡൽഹിയിൽ വെച്ചിട്ടാണ് പ്രഖ്യാപിക്കേണ്ടത്. പക്ഷേ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇവിടെ സുരേഷ് ഗോപി BJPയുടെ സ്ഥാനാർത്ഥിയാണെന്നുള്ള രീതിയിലുള്ള ചുമരെഴുത്തുകൾ, ഫ്ലെക്സ് ബോർഡുകൾ വരുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഇത് സുരേഷ് ഗോപിയെ BJPയുടെ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് ജനങ്ങൾ അംഗീകരിക്കുക. ജനങ്ങളാണ് ഈ പ്രചരണങ്ങൾ നടത്തുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിലോ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ജനങ്ങൾ, പൊതുസമൂഹം ഇത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് എന്ന രീതിയിൽ പ്രചരണം നടത്തുന്ന ആദ്യമായിട്ടാണ്. നേരത്തെ ഒരു സുരേഷ് ഗോപി ഡയലോഗ് പറയാറുണ്ട്, തൃശ്ശൂർ ഞാനങ്ങ് ഏറ്റെടുക്കുന്നുണ്ട്. ഇപ്പം സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥിയായിട്ട് തൃശ്ശൂരിലെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ കാണുന്നത്. പക്ഷേ BJPയെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ അതിൻ്റെ നടപടിക്രമങ്ങളുണ്ട്, അതിലൂടെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഈ വിവിധ മേഖലകളിൽ മുന്നേറിയ വനിതകളെ അടക്കം പ്രധാനമന്ത്രിക്കൊപ്പം എത്തിക്കുക, അതിൽ സിനിമാ താരങ്ങളുണ്ട്, ക്രിക്കറ്റ് താരമുണ്ട്. എങ്ങനെയാണ് അത്? അതായത് നമ്മുടെ ഈ സ്വാതന്ത്ര്യ സമ്പാദനത്തിന് ശേഷം സ്ത്രീ സമൂഹത്തെ സാമ്പത്തികമായി, സാമൂഹികമായി, രാഷ്ട്രീയമായി ശാക്തീകരിക്കാൻ, ഉയർത്തിക്കൊണ്ടുവരാൻ ഇതുപോലെ പരിശ്രമിച്ച മറ്റൊരു ഭരണാധികാരി നമുക്ക് രാജ്യത്തും കാണാൻ സാധിക്കില്ല, ലോകത്തും കാണാൻ സാധ്യമല്ല. നിങ്ങൾ നോക്കൂ, 9.5 വർഷക്കാലത്തിനിടയിൽ സ്ത്രീ സമൂഹത്തെയാണ് വളർത്തിക്കൊണ്ടുവരാൻ പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് സ്ത്രീ സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരാൻ നരേന്ദ്രമോദിയുടെ സർക്കാർ, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് പരിശ്രമിച്ചിട്ടുണ്ട്. അപ്പം വ്യത്യസ്ത മേഖലകളിൽ, കലാരംഗത്തായാലും കായിക രംഗത്തായാലും സിനിമാ രംഗത്തായാലും ഏത് മേഖലയിലായാലും വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള സ്ത്രീകൾ അത് ഈ 9.5 വർഷക്കാലത്തെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു ഭരണപരമായ നേട്ടത്തിൻ്റെ പ്രതീകമാണ്. അവരെയാണ് ഈ പരിപാടിയിൽ പ്രധാനമന്ത്രിയോടൊപ്പം അണിനിരത്തുന്നത്. അവസാനമായിട്ട് ഈ പ്രധാനമന്ത്രി നേരത്തെ ഒരു വിരുന്ന് വിളിച്ചിരുന്നല്ലോ, ക്രിസ്മസ് വിരുന്ന് വിളിച്ചിരുന്നു. അതിൽ ബിഷപ്പുമാരടക്കം പങ്കെടുത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി സജി ചെറിയാൻ വിമർശനങ്ങൾ ഉന്നയിച്ചു. സഭ സജി ചെറിയാനെതിരെ രംഗത്ത് വന്നു. ഒടുവിൽ സജി ചെറിയാൻ അത് പിൻവലിച്ചു. എങ്കിലും സജി ചെറിയാൻ മുന്നോട്ട് വയ്ക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ, മണിപ്പൂർ സംബന്ധിച്ചുള്ള പരാമർശം അല്ലെങ്കിൽ അക്കാര്യങ്ങൾ അവിടെ ഉയർന്നില്ല. അതടക്കമുള്ള കാര്യങ്ങൾ LDF ഉൾപ്പെടെ ഇപ്പോൾ പ്രധാനമായും ചർച്ചയാക്കിയിട്ടുണ്ട്. അല്ലേ, ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർക്കും ക്രൈസ്തവ സമൂഹത്തിനുമെതിരെ CPMും CPMൻ്റെ നേതാക്കന്മാരും പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ അവരെ അപമാനിക്കുന്നത്, അവഹേളിക്കുന്നത് ആദ്യമില്ല. ഇപ്പം നമ്മുടെ താമരശ്ശേരി പിതാവിനെ
നികഷ്ടജീവി എന്ന് വിളിച്ച ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി ഇതുവരെ പിൻവലിച്ചിട്ടില്ല. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ്റെ ഈയിടെ നടത്തിയ പ്രസ്താവന. അത് ആ സജി ചെറിയാൻ്റെ പ്രസ്താവന ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരെയും ക്രൈസ്തവ സമൂഹത്തെയും അപമാനിക്കാനും തുല്യമാണ്, അവഹേളിക്കുന്നതിന് തുല്യമാണ്. ചില ഇപ്പം അദ്ദേഹം ഇട്ട പ്രസ്താവനയിലെ ചില വരികൾ പിൻവലിച്ചതുകൊണ്ട് മാത്രം അദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല. വളരെ ശക്തമായ വികാരം ഇതിനെതിരായിട്ട് ക്രൈസ്തവ സമൂഹത്തിനിടയിൽ മാത്രമല്ല, പൊതുസമൂഹത്തിനിടയിലുണ്ടാവും. മാത്രമല്ല, നോക്കൂ നിങ്ങൾ, 2 ബിഷപ്പുമാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചേർത്ത് കേസെടുത്ത ഒരു സർക്കാരാണിത്. അപ്പോൾ ക്രൈസ്തവ സമൂഹത്തോടും മതമേലധ്യക്ഷന്മാരോടും എന്തോ ഒരു വിരോധം ഈ മാർക്സിസ്റ്റ് പാർട്ടിക്കും LDF സർക്കാരിനും ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതുപോലെ ക്രൈസ്തവ സമൂഹത്തിലുണ്ടെന്ന പോലെ തന്നെ ഹിന്ദു സമൂഹത്തിൽ നോക്ക്, ആചാരങ്ങളെയും ആചാര്യന്മാരെയും അപമാനിക്കുന്നൊരു നിലപാടാണ് മാർക്സിസ്റ്റ് പാർട്ടി പുലർത്തുന്നത്. അതൊരു പക്ഷേ ഇപ്പം നമ്മുടെ ഈ ഗണപതിയുടെ മിത്താണെന്ന് പറഞ്ഞതും, അതുപോലെ ശബരിമല തീർത്ഥാടനം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതും, ഏറ്റവും കൂടുതൽ ശിവഗിരിയിൽ പോയിട്ട് മുഖ്യമന്ത്രി ഗുരുനിന്ദ നടത്തിയതും എല്ലാം തന്നെ ഈ ഒരു പുതിയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. അപ്പം ഹൈന്ദവ സമൂഹത്തിനെതിരായിട്ടുള്ള വലിയ സമൂഹത്തെ അവഹേളിക്കുന്ന നിലപാടാണ് CPM സർക്കാർ സ്വീകരിക്കുന്നത്. ഇത് പക്ഷേ നമ്മുടെ ഹമാസിനെയും PFIയെയും SDPയെയും അവരെ പ്രീണിപ്പിക്കാനായിരിക്കാം ഒരുപക്ഷെ മാർക്സിസ്റ്റ് പാർട്ടി വോട്ട് ബാങ്ക് മുന്നിൽ കണ്ടുകൊണ്ട് ശ്രമിക്കുന്നത്. പക്ഷേ മുസ്ലിം സമൂഹം അടക്കം ഇതിനെതിരായിട്ട് CPMന് കനത്ത തിരിച്ചടി നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല. വളരെ നന്ദി.